ദേവപ്രീതിക്കായിക്കൊണ്ട് നാം അനുഷ്ഠിക്കേണ്ട 8 വിധികളെക്കുറിച്ചാണ് ഇന്ന് ഭാഗവത സോപാനം യൂട്യൂബ് ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് വിഷ്ണുവിനെ ആയാലും ശിവനെ ആയാലും ദേവിയായാലും ഏത് മൂർത്തിയായാലും ആ മൂർത്തിയുടെ പ്രീതിക്ക് ആത്മസന്തോഷത്തിനായിക്കൊണ്ട് നാം അനുഷ്ഠിക്കേണ്ട 8 വിധികൾ, അഷ്ടവിധികൾ, ദേവപ്രീതിക്കായിക്കൊണ്ടുള്ള അഷ്ടവിധികൾ. ഇത് വേദങ്ങളിലും പുരാണങ്ങളിലും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നാരായണീയത്തിൽ നമുക്ക് സുപരിചിതമായ നാരായണീയം, അതാ ഞാൻ ആ ശ്ലോകം എടുക്കാൻ കാരണം. നമ്മളെല്ലാവരും ചൊല്ലിയുണ്ടാവും ഇപ്പൊ നാരായണീയത്തിലെ ഈ ശ്ലോകം. ആ ശ്ലോകം വളരെ പ്രധാനമാണ്. 92-ാം ദശകത്തിൽ 9-ാമത്തെ ശ്ലോകം. 92-ാം ദശകം 9-ാമത്തെ ശ്ലോകം. അത് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. അതിൽ 8 എണ്ണം പറയും. ആ 8 എണ്ണമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഏതാ ശ്ലോകം? ഗംഗാ ഗീതാ ജഗായത്ര വിജ തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശീ നാമവർണ ഏതാന്യസ്തപ്യയത്നാന്യകലി സമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യ ക്ഷിപ്രം മുക്തിപ്രദാനേത്യഭിതദൃഷയ തേഷു മാം സജ്ജയേഥ. 8 അഷ്ടവിധികൾ ഏതൊക്കെയാ? ഗംഗ, ഗീത, ഗായത്രി, തുളസി, ഗോപികാ ചന്ദനം, സാളഗ്രാമം, അതുപോലെ ഏകാദശി, നാമവർണം, നാമജപം. ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാ സ്നാനം. ഗംഗയിൽ കുളിച്ചാൽ സകല പാപങ്ങളും നശിക്കേ. കാരണം ഗുരുവായൂരപ്പന്റെ വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ഗംഗയുടെ ജനനം. ആ ഗംഗയെ മഹാദേവൻ ശിരസിലേറ്റി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ മഹാദേവന്റെ ശിരസും തൊട്ടു. ഗംഗയില് 2 ഗുണ, വിഷ്ണു ഭഗവാന്റെ പാദവും ശിവഭഗവാന്റെ ശിരസും വന്നു ചേരുന്നു. അപ്പൊ ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ 2 നാമം ചെല്ലണം എന്നർത്ഥം. ഓം നമോ നാരായണായ, ഓം നമ ശിവായ. ഗംഗയിൽ കുളിച്ചാൽ എന്താ ഗുണം? സകല പാപങ്ങളും നശിക്കും. അതുകൊണ്ട് എല്ലാവരും കുളിക്കുമ്പോൾ, അത് ബാത്റൂമിലായാലും പുഴയിലായാലും കുളത്തിലായാലും കുളിക്കുമ്പോൾ ഈ മന്ത്രം ചെല്ലുക. ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. അപ്പൊ ഗംഗാ സ്നാനം വളരെ പ്രധാനം. കാലത്ത് എഴുന്നേറ്റാൽ ആ ഗംഗയുടെ മന്ത്രം ചൊല്ലി കുളിക്കുക. പിന്നെ ഗീതാ പഠനം, ഭാഗവത പഠനം, പുരാണങ്ങളുടെ പഠനം ഒക്കെ വളരെ പ്രധാനമാണ്. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നാരായണീയം, ഭാഗവതം, ശിവപുരാണങ്ങള്, ദേവി ഭാഗവതങ്ങൾ എടുത്തെടുത്ത് വായിച്ചു കൊണ്ടിരിക്കുക. പിന്നത്തെ സ്റ്റെപ്പാണ് ഗായത്രി. ഗാനം ചെയ്യുന്നവനെ പ്രാണനം ചെയ്യുന്നതാണ്, രക്ഷിക്കുന്നതാണ് ഗായത്രി. ആ ഗായത്രി ഇങ്ങനെ ജപിക്കുക. ഗായത്രിയിലെ 24 അക്ഷരങ്ങൾ നമ്മെ രക്ഷിക്കുന്നു. ആ 24 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗായത്രിയെ ദിവസവും ജപിക്കുക. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു യൂട്യൂബ് ചാനലിൽ, ആ ഭാഗം സോപാനത്തിന്റെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ നമ്മള് ആ തുളസി പൂജനത്തിനെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തുളസി പൂജനം കാലത്ത് കൃത്യമായി ചെയ്യുക. തുളസി തീർത്ഥം കഴിക്കുക. പിന്നെ ചന്ദനം, ഗോപികാ ചന്ദനം തൊടുക. സാളഗ്രാമം പൂജയിക്കുക. നമ്മള് രുദ്രാക്ഷത്തിനെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ ഇതിൽ പെട്ടതാ. സാളഗ്രാമം, രുദ്രാക്ഷൊക്കെ പൂജ കഴിക്കുക. സാളഗ്രാമത്തിനെ പൂജ കഴിക്കുക. പിന്നെ ഏകാദശി നോൽക്കുക. അവിടെയാണ് വിഷമം. അവിടെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം ഏകാദശി നോക്കാൻ പറഞ്ഞാൽ ശാസ്ത്രീയമാണ്, വളരെ ശാസ്ത്രീയമാണ്. കാരണം ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പുകളിൽ നിനക്ക് അലിയിച്ചു കളയാനാണ് ഏകാദശി വരുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഏകാദശി ദിവസം മറ്റു ദിവസങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്ത് ഭക്ഷണത്തിന് എന്തൊക്കെയാ ഒരുക്കുന്ന ആൾക്കാരെന്നറിയോ? ഏകാദശിക്ക് മാക്സിമം ഇളനീര് കഴിക്കുക, പഴങ്ങൾ കഴിക്കുക ചെയ്യാൻ പാടും. ഇതിന് പകരം നല്ല പായസം വെച്ചു അമ്പലങ്ങളിലും അത് ഗംഭീരമായി സദ്യ ഒരുക്കി ആൾക്കാർക്ക് കൊടുത്ത് ഏകാദശിന്ന് ചെയ്യേണ്ട ആ നിരാഹാരം അനുഷ്ഠിക്കാണ്ട് ആ മേധസ് വർദ്ധിക്കുന്ന ഭക്ഷണങ്ങൾ അത് ചെയ്യാതെ ഏകാദശി നോൽക്കുക. പോരാ, നാമജപം കലികാലത്ത് ഏറ്റവും പ്രധാനം നാമജപ. സംശയിക്കണ്ട കേട്ടോ. വീട്ടിലൊക്കെ പണിയെടുക്കുന്ന സ്ത്രീകളോടൊക്കെ എനിക്കുള്ള അപേക്ഷ, നിങ്ങൾ വീട്ടിൽ നാമം ചൊല്ലിയിട്ട് പണികളെടുക്കാവൂ, അവിടുത്തെ ഗ്രഹകർമ്മങ്ങൾ ചെയ്യാവൂ.
ഈ നാമജപങ്ങൾ ശീലമാക്കിയാൽ സകല പാപങ്ങളെ പോവും. കാരണം ഏറ്റവും വലിയ പാപം വരുന്നത് നാവ് കൊണ്ടാ. ആ നാവിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് നാമജപം. അതാണ് ഭാഗവത് അവസാനിക്കുമ്പോ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന സ്തം നമാമി ഹരിംബരം. ഭാഗവതത്തിലെ നവയോഗി സംവാദത്തിൽ, നിമ്യ നവയോഗി സംവാദത്തിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ ശ്ലോകം ഒന്നുകൂടിയാണ് ജപിക്കുന്നു. നാരായണീയത്തിലെ ഗംഗാ ഗീതാ ജഗായത്ര വിജ തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാപരപുരുഷതഥൈകാദശീനാമവർണ ഏതാന്യഷ്ടാപ്യത്നാന്യൈകന സമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാക്ഷിപ്രം മുക്തിപ്രദാനേ ചവിതൃഷയ തേഷു മാം സജ്ജയേഥാ. ഈ അഷ്ടവിധികളെ വേണ്ടതുപോലെ എടുത്തു പഠിച്ച് അതിനെ പ്രാക്ടിക്കലായിട്ട് നിത്യജീവിതത്തിൽ കൊണ്ടു നടന്നാൽ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഫാറ്റി ലിവർ ഇങ്ങനെ തുടങ്ങിയുള്ള അസുഖങ്ങളില്ലേ, അതുകൊണ്ട് ഇല്ലാണ്ടാവും. അങ്ങനെ ജീവിതം സുഖകരമാക്കാൻ നമ്മുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ആശ്രയിക്കണം. അതിനുവേണ്ടിയാണ് ഭാഗവത സോപാനം ചാനൽ ഞങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാവരും അത് അനുഷ്ഠിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.